നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. ശരിയാ, വലിയ സംഭവമാണെന്ന് അവന്റെ വിചാരം. തക്കടു ഇപ്പൊ മിണ്ടാണ്ടായിട്ട് 2 ആഴ്ച എങ്ങാനും ആയി കാണൂലേ. അവൻ മിണ്ടണ്ട, അവൻ മിണ്ടിയില്ലേ നമുക്കെന്താ? അവൻ അവന്റെ വഴിക്ക് പോട്ടെ, നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം. അവന്റെ ഒരു പവർ കണ്ടോ? അവന്റെ സ്വഭാവം ഓരോ ദിവസം ചെല്ലുന്തോറും മോശമായിട്ട് വരികയാ. കുശുമ്പും കുന്നായ്മയും അനാവശ്യമായ ഈഗോയും എല്ലാം ഉണ്ട്. അതാണ് എനിക്ക് ഇത്ര ദേഷ്യം. സത്യം പറഞ്ഞ അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇനി നമുക്ക് വേണ്ട. നമ്മളെ 3 മാത്രം മതി. അത് തന്നെ എന്റെ അഭിപ്രായം. പൊന്നു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം തന്നെയാ എന്റെ അഭിപ്രായം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. തക്കുടു എന്താ കഴിഞ്ഞ ഞായറാഴ്ച സൺഡേ സ്കൂളിൽ വരാഞ്ഞേ? ഒന്നുമില്ല അച്ഛാ, ഒരു മൂടിയായിരുന്നു. മൂഡ് നോക്കിയിട്ടൊക്കെയാണോ സൺഡേ സ്കൂളിലേക്ക് വരുന്നത്? ദൈവികമായ കാര്യങ്ങളിൽ അങ്ങനെ മടിയൊന്നും പാടില്ല. ഇനി അങ്ങനെ ആവർത്തിക്കരുത്. എല്ലാ ഞായറാഴ്ചയും വരണം കേട്ടോ. അത് നമ്മുടെയൊക്കെ ജീവിതത്തിന് ഗുണം മാത്രമേ നൽകുകയുള്ളൂ. ശരി അച്ചോ, ഇനി ഞാൻ മുടങ്ങാതെ വന്നോളാം. ആ മിടുക്കൻ. എവിടെ നിന്റെ കൂട്ടുകാരൊക്കെ? ഇതെന്താ നീ ഒറ്റയ്ക്ക് വന്നത്? അവരെ ഒന്നും ഞാൻ കണ്ടില്ലച്ചോ. എനിക്കൊന്ന് പ്രാർത്ഥിക്കണം തോന്നി, അതാ ഞാനിങ്ങ് വന്നേ. ആ, അതേതായാലും നന്നായി. മോൻ പോയിട്ട് വാ, ഞാൻ ഈ ചെടികളെയൊക്കെ ഒന്ന് ശുശ്രൂഷിക്കട്ടെ. ശരി അച്ചോ. എന്റെ കർത്താവേ, എന്താണെന്നറിയില്ല. എന്റെ മനസ്സിന് കുറച്ചു ദിവസമായിട്ട് വല്ലാത്ത വിഷമമാ. ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോകുന്ന പോലെ. എനിക്ക് 3 കൂട്ടുകാരുണ്ടായിരുന്ന കാര്യം കർത്താവിന് അറിയാലോ.
അവർക്കൊന്നും ഇപ്പൊ എന്നെ വേണ്ട. അതുകൊണ്ട് ഞാൻ അവരെയും വേണ്ടാന്ന് വെച്ചു. എനിക്ക് അവരെക്കാട്ടിലും നല്ല കൂട്ടുകാരെ കാണിച്ചു തരണേ കർത്താവേ. എന്നാ ഞാൻ നിന്റെ മുമ്പിൽ 51 മെഴുകുതിരി കത്തിച്ചേക്കാമേ. പ്രതികാരം ചെയ്യുന്നവൻ കർത്താവിൽ നിന്നുള്ള പ്രതികാരം അർഹിക്കുന്നു. അവൻ അയാളുടെ പാപങ്ങളുടെ കൃത്യമായ കണക്ക് സൂക്ഷിക്കുന്നു. അയൽക്കാരൻ ചെയ്ത തെറ്റ് ക്ഷമിക്കുക. അങ്ങനെയെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. തന്നെ പോലെയുള്ള ഒരാളോട് കാരുണ്യം കാട്ടാതെ സ്വന്തം പാപങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുകയോ, മർത്യനായിട്ടും ഒരാൾ ക്രോധം വെച്ച് പുലർത്തുന്നുവെങ്കിൽ അയാളുടെ പാപങ്ങൾക്ക് ആര് പ്രായശ്ചിത്തം ചെയ്യും? കർത്താവെ, അനുഗ്രഹിക്കണേ. അച്ചോ, അതേതാ വല്യമ്മച്ചി? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ആഹാ, ആ വല്യമ്മച്ചി 2 ദിവസമായി ഇവിടെ വന്നു കൂടിയിട്ട്. ബന്ധുക്കളായിട്ട് ആരും ഇല്ലെന്നാ തോന്നുന്നു. ഇവിടെ കിടക്കാനുള്ള സൗകര്യം ഞാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. വിശക്കുമ്പോ വല്ലതും വേണോന്ന് പറയും, ഞാൻ എന്തെങ്കിലും കൊടുക്കും. ഒരു പാവം വല്യമ്മച്ചിയാണ്. അയ്യോടാ, എന്തായാലും ഞാൻ ആ വല്യമ്മച്ചീനെ ഒന്ന് പോയി പരിചയപ്പെടട്ടെ. മോഞ്ചല്ലേ, വല്യമ്മച്ചിക്ക് പിള്ളേരെയൊക്കെ വലിയ ഇഷ്ടാന്നാ തോന്നുന്നേ. ഹലോ വല്യമ്മച്ചി. ഹലോ, എന്താ മോന്റെ പേര്? എന്റെ പേര് തക്കുടൂന്നാ. തക്കുടു നല്ല പേരാണല്ലോ. എവിടെയാ വീട്? വീട് ഇവിടെ അടുത്ത് തന്നെയാ. വല്യമ്മച്ചിയുടെ പേരെന്താ? എന്റെ പേര് ത്രേസ്യാന്നാ. വീടോ? എനിക്ക് അങ്ങനെ വീടൊന്നും ഇല്ല മോനെ. ബന്ധുക്കളോ? ബന്ധുക്കളും ഇല്ല. ഞാനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഈ ലോകത്തിലുള്ള എല്ലാരും എന്റെ ബന്ധുക്കളാന്നാ ഞാൻ വിചാരിക്കുന്നെ. എന്ന് വെച്ചാ ഈ ലോകത്തിലുള്ള എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന്. ആരൊക്കെ എന്നെ തിരിച്ചു സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹമാണ് മോനെ ഈ ഭൂമിയിലെ ഏറ്റവും മഹത്തായ കാര്യം. സ്നേഹമില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാ? എല്ലാവരെയും സ്നേഹിക്കാനല്ലേ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇവൻ ഇവിടെ എത്തിയോ? വല്ലാത്ത കഷ്ടം തന്നെ. കൂടെ ആരോ ഉണ്ടല്ലോ. ഏതാ വല്യമ്മച്ചി? ആർക്കറിയാം. എന്തായാലും ആ വഴിക്ക് പോണ്ട. നമുക്ക് അപ്പുറത്തെ വശത്ത് കൂടി പള്ളിക്കകത്തേക്ക് കയറാം. അതാ നല്ലത്. ഞാൻ പോയിക്കോട്ടെ വല്യമ്മച്ചി, പിന്നെ കാണാം നമുക്ക്. അതെന്താ ഈ ധൃതി? ഇവിടെ ഇരിക്കേ, നമുക്ക് കുറച്ച് വർത്താനമൊക്കെ പറയാം. അത് പിന്നെയാകാം വല്യമ്മച്ചി, ഞാൻ പിന്നെ വരാം. ദേ ആ നിക്കണ 3 പേരുണ്ടല്ലോ. അവരെ കാണുന്ന തന്നെ എനിക്ക് ദേഷ്യ. ആഹാ, ആരാ അവര്? അതെന്താന്ന് ചോദിച്ചാ വല്യമ്മച്ചി, അത്രയും വൃത്തികെട്ട സ്വഭാവ അവരുടെ. അവരെന്റെ കൂട്ടുകാരായിരുന്നു. ഇപ്പൊ അല്ല, എല്ലാ കൂട്ടും ഞാൻ അവസാനിപ്പിച്ചു. എനിക്ക് അവരെ കാണുന്ന തന്നെ വെറുപ്പാ. ഞാൻ പോട്ടെ വല്യമ്മച്ചി. നിക്ക മോനെ, പോകല്ലേ. വല്യമ്മച്ചി ചോദിക്കട്ടെ, എന്തിനാ നീ അവരോട് പിണങ്ങിയത്? കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ 3 പേരുടെയും ഇടയിലുള്ള സൗഹൃദം എല്ലാ കാലത്തും ഉണ്ടാവണേ. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ വഴക്കാളിയെ ഞങ്ങൾ എല്ലാ രീതിയിലും ഒഴിവാക്കി കർത്താവേ. അവൻ ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ശല്യമാകരുതെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അവന് ഞങ്ങളോട് അത്ര അധികം വെറുപ്പാണ്. അതുപോലെ ഞങ്ങളും അവനെ വെറുക്കുന്നു. ഇനി ഒരിക്കലും ഞങ്ങൾക്ക് അവനെ വേണ്ട കർത്താവേ. ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നതാ. പ്രാർത്ഥന കഴിഞ്ഞ് ഫാദറിനെ കണ്ടിരുന്നു. അപ്പൊ ഫാദർ ആ വല്യമ്മച്ചിനെ പറ്റി പറഞ്ഞത്. ഓഹോ, എന്താ പറഞ്ഞേ? എല്ലാം പറഞ്ഞു. വല്യമ്മച്ചി ഇവിടെ വന്ന് കൂടിയതാണെന്ന്. എല്ലാം കർത്താവിന്റെ ഓരോ തീരുമാനങ്ങളാ. ഇങ്ങോട്ട് വരണമെന്ന് കർത്താവ് തോന്നിപ്പിച്ചു, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ആട്ടെ, എന്താ മക്കളുടെയൊക്കെ പേര്? ഞാൻ പൊന്നു. ഞാൻ കിട്ടു. എന്റെ പേര് പറ്റി. ശരി ശരി. എന്താ മക്കളുടെ മുഖത്തൊരു വല്ലായ്മ പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. വല്യമ്മച്ചിക്ക് തോന്നണതാവും. അതെ, എനിക്ക് തോന്നിയത് കൊണ്ടാണല്ലോ ചോദിച്ചത്. നിങ്ങളുടെ ഒരു കൂട്ടുകാരനുമായിട്ട് വലിയ വഴക്കിലാണല്ലേ? ഞങ്ങൾ അവനുമായിട്ട് വഴക്കിലാണെന്നുള്ളത് നേരാ.
പക്ഷെ അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരു മനപ്രയാസവുമില്ല. അല്ല, വല്യമ്മച്ചിയോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? അത് പിന്നെ ആ കൊച്ചെന്നോട് പറഞ്ഞു നിങ്ങൾ തമ്മി മുട്ടം വഴക്കാണെന്ന്, ഇനി ഒരിക്കലും മിണ്ടില്ലെന്നൊക്കെ. അവനാള് ശരിയല്ല വല്യമ്മച്ചി, അതുകൊണ്ടാ ഞങ്ങള് കൂട്ടുകെട്ടിയത്. ആണോ? അവനും പറയുന്നത് ഇത് തന്നെയാ, നിങ്ങള് ശരിയല്ലെന്നാ. സത്യത്തിൽ നിങ്ങള് തമ്മി പിണങ്ങാനുള്ള കാരണം എന്താ? അത് പിന്നെ ഒരു ദിവസം പൊന്നുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് അവൾ കുറേ ചോക്ലേറ്റ് കൊണ്ടുവന്നു. ക്ലാസ്സിൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടിയാ. ഓഹോ, എന്നാ അത് കഴിച്ചിട്ട് പോകാം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ പൊന്നു. താങ്ക് യു ടീച്ചർ. അയ്യോ അയ്യോ, ഇതിൽ നിറച്ചും ചോക്ലേറ്റ് ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോ കാൽ ഭാഗം പോലും ഇല്ല. ഇത് ആർക്കും തികയില്ലല്ലോ. ഹേയ്, ചോക്ലേറ്റ് ഒക്കെ എവിടെ പോയി? ആരാ എടുത്തേ? പറ, ആരെങ്കിലും എടുത്തോ? പൊന്നു കൊണ്ടുവന്ന ചോക്ലേറ്റ് ആരെങ്കിലും എടുത്തോ? ഞങ്ങളാരും എടുത്തിട്ടില്ല ടീച്ചർ. പക്ഷെ ഇന്റർവെൽ സമയത്ത് ആ വരാന്തയുടെ മൂലയ്ക്ക് നിന്ന് തക്കുടു കുറെ ചോക്ലേറ്റ് തിന്നുന്ന ഞാൻ കണ്ടായിരുന്നു. തക്കുടു, സ്റ്റാൻഡപ്പ്. തക്കുടു, നീ പൊന്നു കൊണ്ടുവന്ന ചോക്ലേറ്റ് എടുത്തോ? അത് പിന്നെ ഞാനൊന്നും എടുത്തില്ല. അപ്പോ നീ തിന്നത് ഏത് ചോക്ലേറ്റാ? അത് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ. നീ നുണയല്ലേ തക്കോട് പറയുന്നേ? നീ വീട്ടിൽ നിന്ന് ഒരു ചോക്ലേറ്റും കൊണ്ടുവന്നിട്ടില്ല. നീ ഞാൻ കൊണ്ടുവന്ന ചോക്ലേറ്റ് കട്ടെടുത്തതാ. ചോക്ലേറ്റ് കള്ളൻ, കള്ളൻ, ചോക്ലേറ്റ് കള്ളൻ. സൈലൻസ്. നോക്ക് തക്കുടു, ഇത് ബാഡ് ഹാബിറ്റ് ആണ്. തക്കുടുവിന്റെ സ്വഭാവം വളരെ മോശമായിട്ട് വരുന്നുണ്ട്. ഇതിനു മുൻപ് പലവട്ടം ഞാൻ തക്കുടുവിനെ താക്കീത് ചെയ്തിട്ടുള്ളതാ. ഇക്കണക്കിന് പോയാ പോലീസിന് ഞാൻ വിളിപ്പിക്കും. ചോക്ലേറ്റ് കള്ളൻ, കള്ളൻ, ചോക്ലേറ്റ് കള്ളൻ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ കള്ളാന്ന് വിളിച്ചേക്കരുത്. കട്ടെടുക്കുന്നവനെ പിന്നെ കള്ളൻ അല്ലാണ്ട് പിന്നെ എന്താ വിളിക്കുക? നീ കള്ളനാ, പെരും കള്ളൻ. ചോക്ലേറ്റ് കള്ളൻ. എന്റെ പപ്പ വാങ്ങി തന്ന ചോക്ലേറ്റ് ആയിരുന്നു അത്. എന്തിനാണ് അത് ബാക്കി വെച്ചത്? അത് മുഴുവനും തിന്നാൻ മേലായിരുന്നോ? കള്ളൻ. എന്നെ കള്ളാന്ന് വിളിക്കല്ലെന്നല്ല ഞാൻ പറഞ്ഞു. വിളിച്ചാ നീ എന്ത് ചെയ്യൂടാ? ഒന്നുകൂടി വിളിച്ചു നോക്ക് നീ. കള്ളൻ, കള്ളൻ, കള്ളൻ. നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാടാ. എടാ തക്കടു, ഇനി നീയുമായിട്ട് ഒരു ബന്ധവും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. സത്യം. അതെ, നീ കള്ളനാ, നീ വഴക്കാളിയാ. നിന്നെ ഇനി ഞങ്ങൾക്ക് വേണ്ട. ഇത്രകാലം നിന്നെ ഞങ്ങൾ സഹിച്ചു, ഇനി നിന്നെ വേണ്ട. നിനക്ക് നിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളെ വഴി. അല്ലെങ്കിൽ ആർക്ക് വേണം നിങ്ങളായിട്ടുള്ള കൂട്ടുകെട്ട്? ഞാൻ ഇത്രയും കാലം നിങ്ങളെ സഹിച്ചു, ഇനി എനിക്കും വേണ്ട നിങ്ങളെ. വേറെ നല്ല കൂട്ടുകാരെ കിട്ടുമോ ഞാനൊന്ന് നോക്കട്ടെ. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ? നിങ്ങളിനി ഒരിക്കലും തക്കുടുവിനോട് കൂട്ടുകൂടില്ലെന്നാണോ പറയുന്നത്? അതെ വല്യമ്മച്ചി, ഞങ്ങൾക്ക് ഇനി അവനെ വേണ്ട. അവന്റെ വൃത്തികെട്ട സ്വഭാവം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ആലോചിച്ചോ നിങ്ങള്? സ്നേഹബന്ധങ്ങളൊക്കെ തകർക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അത് കൂട്ടി യോജിപ്പിക്കാനാ ബുദ്ധിമുട്ട്. ഞങ്ങൾ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാ വല്യമ്മച്ചി ഈ തീരുമാനമെടുത്തത്. ഇനി എന്തായാലും അവനുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? എന്തായാലും വെറുപ്പും വിദ്വേഷമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അത്ര നല്ലതല്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തു തന്നെ ആയാലും നല്ലവണ്ണം ഒന്നുകൂടെ ആലോചിക്ക്. ഹായ് വല്യമ്മച്ചി. ഹായ് തക്കുടു. ഇന്നെന്താ തക്കുടുവിന് സ്കൂളില്ലേ? ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ വല്യമ്മച്ചി?
ഓ, അത് ഞാനങ്ങ് മറന്നു. ഇതാ ഇത് വല്യമ്മച്ചിക്കുള്ളതാ. കുറച്ച് പഴങ്ങളാ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. ഇതെവിടുന്നാ? ഞാൻ പപ്പയോടും മമ്മിയോടും വല്യമ്മച്ചീന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു ദിവസം വല്യമ്മച്ചീനെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു പപ്പയും മമ്മിയും. അതിനെന്താ, വല്യമ്മച്ചി വരാലോ. ഇനിയും സമയമില്ലേ അതിന്? ആ, എന്തായാലും ഈ പഴം കഴിക്ക് വല്യമ്മച്ചി. ആ, എന്തായാലും മോൻ കൊണ്ടുവന്നതല്ലേ, തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. വല്യമ്മച്ചി പിന്നെ കഴിച്ചോളാം. ആ, എന്തായാലും ഈ പഴം കഴിക്ക് വല്യമ്മച്ചി. ആ, കഴിച്ചോളാന്നേ. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ വല്യമ്മച്ചി? നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ഇവിടെ ഇരുന്ന് ഞാൻ മടുത്തു. അതിനെന്താ വല്യമ്മച്ചി, നമുക്ക് പോവാലോ. ഇവിടെ അടുത്തൊരു പുഴയുണ്ട്, അതിന്റെ തീരത്തേക്ക് പോവാം. എന്നാ ശരി, നമുക്ക് പുറത്തു പോണ കാര്യം ഫാദറിനോടൊന്ന് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ഫാദർ എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടും. ഈ വല്യമ്മച്ചി എവിടെ പോയി? നമുക്ക് ഫാദറിനോടൊന്ന് ചോദിച്ചു നോക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഫാദർ, നമ്മുടെ വല്യമ്മച്ചി എവിടെ പോയി? ഓ, വല്യമ്മച്ചി ആ തക്കുടുവിന്റെ കൂടെ നടക്കാൻ ഇറങ്ങിയതാ. നോക്കൂ, എത്ര മനോഹരമായ പ്രകൃതിയാണ്. ശരിയാ വല്യമ്മച്ചി, ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ മനസ്സിന് വലിയ ആശ്വാസാ. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മളെ മറക്കും. നമുക്ക് ആശ്വാസം നൽകുന്ന എന്തിനേയും നാം സ്നേഹിക്കണം. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നത് പോലെ പ്രകൃതിയെയും സ്നേഹിക്കണം. കിളികളെയും മരങ്ങളെയും പുഴകളെയും പൂമ്പാറ്റകളെയും ഒക്കെ നാം സ്നേഹിക്കണം. വല്യമ്മച്ചി, ഞങ്ങൾ പള്ളിയിൽ പോയിരുന്നു. അപ്പോ ഫാദർ പറഞ്ഞു വല്യമ്മച്ചി ഇങ്ങോട്ട് നടക്കാൻ ഇറങ്ങിയതാണെന്ന്. ഞങ്ങൾ വല്യമ്മച്ചിക്ക് കുറേ ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് ഗിഫ്റ്റ്? കുറച്ച് ഫ്രൂട്ട്സ്, ഒരു കമ്പിളി പുതപ്പ്, വല്യമ്മച്ചിക്ക് ഉടുക്കാനായി ഒരു മുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങളുടെ പേരൻസിനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാ. വല്യമ്മച്ചി അവിടെ ഇല്ലാത്തത് കൊണ്ട് അതെല്ലാം ഫാദറിനെ ഏൽപ്പിച്ചിട്ടാ ഇങ്ങ് പോന്നെ. ആഹാ, മക്കളാള് കൊള്ളാലോ. തക്കുടുവും എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതീന്ന് കുറച്ച് നിങ്ങക്ക് തരാൻ വേണ്ടി ഞാനതവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. എന്നാ നിങ്ങൾ കൊണ്ടുവന്നതൊന്നും എനിക്ക് വേണ്ട. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, നിങ്ങളുടെ ഈ ശത്രുത ഒരിക്കലും അവസാനിക്കത്തില്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അതൊന്നും ശരിയാവില്ല അമ്മച്ചി. ഈ ദുഷ്ട സ്വഭാവമുള്ളവരുടെ കൂടെ കൂടി ഞാൻ എന്തിനാ വെറുതെ ലൈഫ് വേസ്റ്റ് ആക്കുന്നേ? ദുഷ്ടൻ നീയാടാ, ഞങ്ങളല്ല. നീ പോടി ദുഷ്ടേ. നിർത്ത് നിർത്ത് നിർത്ത്. നിങ്ങൾ രണ്ടു കൂട്ടരും ഇങ്ങനെയായ നിങ്ങളോട് രണ്ടു കൂട്ടരോടും ഞാൻ പിണങ്ങും, അതുറപ്പാ. എന്നോട് പിണങ്ങല്ലേ വല്യമ്മച്ചി, എനിക്ക് വല്യമ്മച്ചീനെ ഒത്തിരി ഇഷ്ടാ. ഞങ്ങളോട് പിണങ്ങല്ലേ വല്യമ്മച്ചി, ഞങ്ങൾക്ക് വല്യമ്മച്ചി ഒത്തിരി ഇഷ്ടമാ. എന്റെ പിള്ളേരെ, ഇത്രയും സ്നേഹം മനസ്സിലുള്ള പിള്ളേരാ നിങ്ങള്. എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ തമ്മിലടിച്ച് വേറിട്ട് കഴിയുന്നേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ വല്യമ്മച്ചി? എത്ര നാളായി നിങ്ങളിപ്പം മിണ്ടാതായിട്ട്? ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞു കാണും. എത്ര നാളായി നിങ്ങൾ കൂട്ടുകൂടാൻ തുടങ്ങിയിട്ട്? ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. എന്നിട്ടാണോ നിങ്ങള് മനസ്സിൽ ഇങ്ങനെ വെറുപ്പും വിദ്വേഷമൊക്കെ കൊണ്ടു നടക്കുന്നേ? അതും നിസ്സാര പ്രശ്നങ്ങളുടെ പേരില്. നിങ്ങൾ എന്നും ഒന്നിച്ചു നിൽക്കണത് കാണാനാ ഈ വല്യമ്മച്ചി ആഗ്രഹിക്കുന്നേ. എന്താ ഒന്നും മിണ്ടാത്തേ? ഒന്നുമില്ല വല്യമ്മച്ചി, അവർക്ക് എന്നോട് സ്നേഹമില്ലാത്തോണ്ടാ ഞാൻ ഇങ്ങനായത്. നിനക്കാ സ്നേഹമില്ലാത്തത്. നീ ഒന്ന് ഓർത്തു നോക്ക്, നിന്റെ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഞങ്ങൾ കൂട്ടുനിന്നിട്ടുണ്ട്. അതുപോലെ ഞാനും നിങ്ങളെ സഹായിച്ചിട്ടില്ലേ? എത്ര വട്ടം നിങ്ങളെ ഓരോരോ ആപത്തുനിന്ന് ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. നിർത്ത്, വെറുതെ ഇങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പരസ്പരം എല്ലാം മറന്ന് കൈ കൊടുക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് മാലാഖമാരോട് ചോദിക്കണം. ഞങ്ങൾക്ക് മാലാഖമാരോട് ചോദിക്കണം. എന്റെ പൊന്നു മാലാഖമാരെ, ഒന്ന് എന്റെ അടുത്തേക്ക് വരുവോ? എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളെ ഒന്ന് കാണണം. മാലാഖമാരെ, ഞങ്ങൾക്കും നിങ്ങളെ കാണണം. എത്രയും പെട്ടെന്നൊന്ന് വരുവോ? മിഖായേൽ എവിടെ? ഗബ്രിയേലും റാഫിയേലും മാത്രമേ ഉള്ളല്ലോ. മിഖായേൽ വന്നില്ലേ? അതെന്താ? നിങ്ങൾ പരസ്പരം പിണങ്ങി നിൽക്കുകയല്ലേ, അതാ മിഖായേൽ വരാഞ്ഞേ. നിങ്ങൾ യോജിച്ചു പോകുവാൻ തീരുമാനമെടുത്താൽ മിഖായേലിനെ നിങ്ങൾക്ക് കാണാം.
എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വീണ്ടും കൂട്ടുകൂടാൻ തയ്യാറാ. എന്നാ ഞങ്ങൾക്കും കുഴപ്പമില്ല. ഇതെന്ത് മറിവായം? അപ്പോ വല്യമ്മച്ചിയുടെ രൂപത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മിഖായേലായിരുന്നോ? അതേ കൂട്ടുകാരെ, നിങ്ങൾ ഒരിക്കലും ഇണങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ പിണങ്ങി നടക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു. അതാ ഞാൻ വേഷം മാറി വന്നത്. കൂട്ടുകാരാകുമ്പോൾ ഇടയ്ക്ക് പിണക്കമൊക്കെ ഉണ്ടാകും. പക്ഷെ ഇത് കാലങ്ങളോളം പകയായി മനസ്സിൽ കൊണ്ടു നടന്നാൽ നമ്മുടെ ജീവിതം തന്നെ നശിച്ചു പോകും. തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവരിലും ഉണ്ടാകും. അത് പരസ്പരം പറഞ്ഞു തിരുത്തി സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിൽ പകയും ദേഷ്യമൊന്നും വരാതിരിക്കുവാൻ എന്നും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ 4 പേരും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കാര്യത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാകണം. കഴിയാവുന്നത്രയും സഹായങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളും ധൈര്യമായി തരണം ചെയ്യണം. അതിന് കർത്താവ് നിങ്ങളെ സഹായിക്കും. കർത്താവിനോട് കേണപേക്ഷിച്ചാൽ അദ്ദേഹം ഒരിക്കലും ആരെയും കൈവിടില്ല. പൊന്നു, തക്കുടു, ബെറ്റി ഈ 4 പേരും സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകളായിരുന്നുവെന്ന് എല്ലാവരും പറയണം. ഇനി ഒരിക്കലും ഞങ്ങൾ വേർപിരിയില്ലേ മാലാകെ. നന്മ മാത്രമായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവുക. കർത്താവിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യങ്ങളും ഞങ്ങൾ ഇനി ചെയ്യൂല. വളരെ നല്ല കാര്യം കൂട്ടുകാരെ. നിങ്ങളുടെ നാമം മറ്റുള്ളവരാൽ എല്ലാ കാലവും സ്മരിക്കപ്പെടട്ടെ. നമുക്ക് വീണ്ടും കാണാം.